കഴുത്തില് വേദന, തലവേദന, കുറച്ച് സമയം നമ്മളിങ്ങനെ കുനിഞ്ഞിരിക്കുന്ന സമയത്ത് തല നന്നായിട്ട് കറങ്ങുന്നത് പോലെ ഫീൽ ചെയ്യാണ്. പിന്നെ അതുപോലെ തന്നെ ഷോൾഡറിന്റെ ഈ ഒരു ഭാഗം അല്ലെങ്കിൽ കഴുത്തിന്റെ പിന്നിലായിട്ട് ചില ആളുകൾക്ക് മസിൽ നന്നായിട്ട് ഇങ്ങനെ ടൈറ്റ് ആയിട്ടിരിക്കുന്നത് പോലെ നല്ലൊരു സ്റ്റിഫ്നെസ് പോലെ ഫീൽ ചെയ്യാണ്. അങ്ങനെ സ്റ്റിഫ്നെസ് ഉള്ളത് കൊണ്ട് തന്നെ തോളിൽ നമുക്കൊരു ജോലി ചെയ്യാനൊന്നും പറ്റുന്നില്ല. ഡെസ്ക് വർക്ക് ഒക്കെ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നല്ലൊരു പെയിൻ പോലെ ഫീൽ ചെയ്യുക. അതുപോലെ കഴുത്തിന്റെ പിന്നിൽ കൂന് പോലെ കണ്ടുവരിക എന്നിങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ അധികം മരുന്നൊന്നും ഇല്ലാതെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ വീട്ടിൽ വെച്ച് തന്നെ നമുക്ക് മാറ്റാവുന്ന ഒരു കാര്യം കൂടിയാണ് കേട്ടോ. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് രാത്രി നമ്മൾ കിടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ കിടക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പൊസിഷനിൽ വരുത്തേണ്ട മാറ്റങ്ങള്, രണ്ടാമതായിട്ട് ഒരു 2-3 സ്റ്റെപ്സും ഞാനിവിടെ പറയുന്നുണ്ട്. മൂന്നാമതായിട്ട് മസാജ് ചെയ്യുന്ന കുറച്ച് ടെക്നിക്ക്. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് ചെയ്തു വരികയാണെങ്കിൽ സ്വന്തമായിട്ട് തന്നെ അധികം ചെലവൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ അധികം മെഡിസിൻസ് ഒന്നും ഇല്ലാതെ ഈ ഒരു കാര്യത്തിന് പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ എന്തൊക്കെയാണ് അവ എങ്ങനെയൊക്കെയാണ് ചെയ്യുക എന്നുള്ള എല്ലാ കാര്യങ്ങളും അറിയാൻ നമുക്ക് വീട്ടിലേക്കാണ്. അപ്പൊ ഇവിടെ ഈ പറഞ്ഞിട്ടുള്ള ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, മെയിൻ ആയിട്ട് ഉണ്ടാകുന്നതിന്റെ കാരണം നമ്മുടെ കഴുത്തിന്റെ പിന്നിലത്തെ മസിൽസ് നന്നായിട്ട് ടൈറ്റ് ആകുന്നതിലൂടെയാണ്. അതായത് മസിൽസ് നന്നായിട്ട് സ്റ്റിഫ് ആവുമ്പോൾ അവിടേക്ക് ഉണ്ടാകുന്ന ബ്ലഡ് സർക്കുലേഷൻ പതുക്കെ പതുക്കെ പൂർ ആവാനായിട്ട് തുടങ്ങും. അപ്പൊ ആളുകൾ എന്താ ചെയ്യുക, ഫിസിയോതെറാപ്പി ചെയ്യും, പെയിൻ കില്ലർ പോലെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കും. കുറച്ച് നാളത്തേക്ക് നല്ലൊരു ആശ്വാസം ഉണ്ടാകും, അത് നിർത്തുന്നതിലൂടെ വീണ്ടും അത് തുടങ്ങാനായിട്ട് തുടങ്ങും. അപ്പൊ സ്വന്തമായിട്ട് തന്നെ നമുക്ക് അധികം എക്സ്പെൻസ് ഒന്നും ഇല്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ഇതിനെ വേരോടെ മാറ്റാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് നമ്മളോട് പറയാൻ പോകുന്നത് നമ്മൾ കിടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പൊസിഷനാണ്. ചില ആളുകളെ കാണാനായിട്ട് പറ്റും, രാത്രി കിടന്നിട്ട് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഈ ഒരു മസിൽസ്, ഈ കഴുത്തിന്റെ മസിൽസ് നന്നായിട്ട് സ്റ്റിഫ് ആയിട്ട് വരിക, രാവിലെ മുതൽ നല്ലൊരു വേദന ചില ആളുകൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോ നമ്മൾ നോർമൽ ആയിട്ട് രാത്രി കിടക്കുന്ന പൊസിഷൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ തലോണ നമ്മുടെ തലയുടെ ഈ ഒരു ഭാഗത്ത് വരെയാണ് നമ്മൾ തലയണ വെക്കുക, ഈ ഒരു പിക്ചറിൽ കാണുന്നത് പോലെ. അപ്പൊ ഇങ്ങനെ വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, കഴുത്തിന്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇത്രയും പോകുന്നൊരു പോർഷൻ അവിടെ വിട്ടുകിടക്കുകയാണ് ചെയ്യുന്നത്. അതിലൂടെ ചെറിയൊരു ബെൻഡ് പോലെ ഉണ്ടാവും കഴുത്തില്. കാരണം തലയണ നമ്മൾ ഇവിടം വരെ വെക്കുള്ളൂ. അപ്പൊ ഈ ഒരു പൊസിഷൻ മാത്രം നമ്മുടെ ബെൻഡ് ആയിട്ട് നിൽക്കും. ഇതിലൂടെ കഴുത്തിലെ സ്റ്റിഫ്നെസ് കുറച്ചൊന്ന് കൂട്ടാനായിട്ടുള്ള വളരെ ചാൻസസ് ഉണ്ട്. അപ്പൊ ഇതിന് പകരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങളൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു തുണി എടുക്കുക. ഏതെങ്കിലും ഒരു സോഫ്റ്റ് ആയിട്ടുള്ള തുണി എടുത്തിട്ട് നന്നായിട്ടൊന്ന് റോൾ ചെയ്യുക. റോൾ ചെയ്തിട്ട് നമ്മൾ ഈ തലോണ ഈ ഒരു ഭാഗം നമ്മൾ വെച്ചു, ഇവിടെ വരെ വെച്ചതിന് ശേഷം ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അവിടേക്ക് നമ്മൾ ഈ തുണി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുക. അപ്പൊ എന്താ ഉണ്ടാകുക, നമ്മുടെ കഴുത്തിനൊരു സപ്പോർട്ട് കിട്ടും. ഈ കഴുത്തിന് സപ്പോർട്ട് കിട്ടുന്നതിലൂടെ പ്രഷർ, നമ്മുടെ കഴുത്തിലേക്ക് ഉണ്ടാകുന്ന പ്രഷർ നമുക്കൊന്ന് കുറച്ച് കുറയ്ക്കാനും പറ്റും. നല്ലൊരു റിലാക്സേഷനും കിട്ടും, ഉറക്കവും നല്ല രീതിയിൽ ഉണ്ടാകും. അപ്പൊ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് വളരെയധികം ബെറ്റർ ആയിരിക്കും. നമുക്ക് ആ ഒരു സ്റ്റിഫ്നെസ്സിനെ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇനി ഈ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ ഈ ഒരു തലോണി ഉണ്ടല്ലോ കിടക്കുന്ന സമയത്ത് നമ്മുടെ ഈ കഴുത്ത് ഫുൾ ആയിട്ട് കവർ ചെയ്ത്, അതായത് അറ്റ്ലീസ്റ്റ് ഈ ഒരു ഭാഗം വരെയെങ്കിലും നമ്മൾ തലോണ വെക്കാനായിട്ട് നോക്കുക. ഈ കഴുത്തിന്റെ ബെൻഡിങ്ങും കൂടി നിങ്ങൾ കവർ ചെയ്ത് ഈ ഒരു ഭാഗം വരെ നിങ്ങൾ തലോണ വെക്കുമ്പോൾ ആ ഒരു പ്രഷർ നമുക്ക് കുറച്ചൊക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇനി ഇതാണ് നമ്മൾ ആദ്യത്തെ ഒരു കാര്യം ചെയ്യേണ്ടത്. ഇനി നമ്മൾ എല്ലാ സമയത്തും നിവർന്ന് കിടക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല അല്ലെ, സൈഡിലേക്ക് നമ്മൾ തിരിഞ്ഞു കിടക്കും. സൈഡിലേക്ക് തിരിഞ്ഞു കിടക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ തലയോണ എപ്പോഴും നമ്മുടെ കൈയിന്റെ മുകളിലായിരിക്കണം. അതായത് ഈ ഒരു ഭാഗം വരെ തലോണ വെക്കാൻ പാടുള്ളൂ, കൈ നമ്മുടെ തലോണയുടെ താഴെയായിരിക്കണം വരേണ്ടത്. അതുപോലെ ചില ആൾക്കാർ കാണാൻ പറ്റും, കയ്യും തലയും ഒരുമിച്ച് തലോണയുടെ മുകളിൽ വെച്ചിട്ട് ഒരു ടൈറ്റ് ആയിട്ട് ഇങ്ങനെ കിടക്കുന്നത് കാണാൻ പറ്റും. അങ്ങനെ ഒരു പൊസിഷനിൽ കിടക്കരുത്. തലോണ എപ്പോഴും നമ്മുടെ കഴുത്തിന്റെ ഈ ഒരു ഭാഗം വരെ വെക്കുക, കൈ നമ്മുടെ തലോണയുടെ താഴെയായിട്ട് വരുന്നത് പോലെ. പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, കമിഴ്ന്ന് കിടക്കുന്നത് പരമാവധി നിങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കണം. കമിഴ്ന്ന് കിടക്കുന്നതിലൂടെ നമ്മുടെ ഈ ഒരു ഭാഗത്തേക്ക് ഫുൾ ആയിട്ട് ഒരു സ്ട്രെസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ആ ഒരു പൊസിഷൻ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. ഇതാണ് നിങ്ങൾ കിടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പൊസിഷൻ. അടുത്തതാണ് നമ്മൾ ചെയ്യേണ്ട കുറച്ച് സ്റ്റെപ്സ് കേട്ടോ. ഞാനിവിടെ 4 സ്റ്റെപ്സ് പറയുന്നുണ്ട്. ഈ 4 സ്റ്റെപ്സ് ഞാൻ പറയുന്ന രീതിയിൽ കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. ഒന്നാമത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ 2 കൈകളുണ്ടല്ലോ നമ്മൾ പിന്നിലേക്ക് ഇങ്ങനെ കെട്ടുക. ഓക്കെ, പിന്നിലേക്ക് ഇങ്ങനെ കെട്ടിയതിന് ശേഷം, അതായത് കൈ ഇങ്ങനെ ജോയിന്റ് ചെയ്ത് പിന്നിലേക്ക് നമ്മളിങ്ങനെ കെട്ടി വെക്കുക. ശേഷം നമ്മുടെ ഈ ഷോൾഡറിന്റെ ഈ ഒരു ഭാഗം പിന്നിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മൾ ഇങ്ങനെ വെച്ചു, ശേഷം ഞാൻ സൈഡിൽ നിന്ന് കാണിച്ചു തരാം. ഇങ്ങനെ 2, 3, 4, 5, 6, 7, 8 ഇങ്ങനെ പിന്നിലേക്ക് നിങ്ങൾ നമ്മുടെ ഷോൾഡറിനെ ഇങ്ങനെ മൂവ് ചെയ്ത് കൊണ്ട് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതിലൂടെ ഇത് എത്ര വട്ടം ചെയ്യണമെന്ന് നോക്കുകയാണെങ്കിൽ 50 കൗണ്ട് നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണം, കൈ പിന്നിലേക്ക് വെക്കണം, എന്നിട്ട് നമ്മുടെ ഷോൾഡർ പിന്നിലേക്ക് ഇങ്ങനെ ബട്ടർഫ്ലൈയുടെ പോലെ നമ്മളിങ്ങനെ മൂവ് ചെയ്ത് കൊടുക്കുക. ഇതിങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ ഈ ഒരു ഭാഗത്ത് ഉണ്ടാകുന്ന സ്റ്റിഫ്നെസ് ഒക്കെ ഉണ്ടല്ലോ, കഴുത്തിലും അതുപോലെ തന്നെ ഷോൾഡറിന്റെ ഭാഗത്ത് കാണുന്ന സ്റ്റിഫ്നെസ്സിനെ നല്ല രീതിയിൽ കുറച്ചു കൊണ്ടുവരാനായിട്ട് വളരെയധികം നല്ലതാണ്.
ഈവൻ ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് കൂന് പോലെയുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പോസ്ചർ ഇങ്ങനെയായി എന്നുണ്ടെങ്കിൽ നമ്മുടെ പോസ്ചറിനെ ഒന്ന് അലൈൻ ചെയ്ത് കൊണ്ടുവരാനും ഈ ഒരു പൊസിഷൻ നല്ലതാണ്. ഈ ഒരു സ്റ്റെപ്പ് വളരെയധികം നല്ലതാണ്. അപ്പൊ ഒരു 50 കൗണ്ട് നിങ്ങൾ ചെയ്യാം. ദിവസത്തിൽ 2 വട്ടം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. അപ്പൊ ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ ഒരു സ്റ്റെപ്പ്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് നോക്കി കഴിഞ്ഞാൽ നമ്മൾ നിവർന്ന് ഇങ്ങനെ ഇരിക്കുക. നിവർന്നിരുന്നതിന് ശേഷം നമ്മുടെ ഒരു വിരൽ അല്ലെങ്കിൽ 2 വിരലോട് നമ്മുടെ താടിയിൽ ഇങ്ങനെ വെക്കുക. താടിയിൽ വെച്ചതിന് ശേഷം താഴേക്ക് കൊണ്ടുപോവുക, മുകളിലേക്ക് വരിക, താഴേക്ക് കൊണ്ടുപോവുക, മുകളിലേക്ക് വരിക. ഇതാണ് ഇങ്ങനെ 1 2 3 4 5 6. ഇത്രത്തോളം താഴേക്ക് ബെൻഡ് ചെയ്യാൻ പറ്റുന്ന അത്രത്തോളം നല്ലതാണ്. 6 7. ഇതും നിങ്ങളൊരു 50 കൗണ്ട് റിപ്പീറ്റ് ചെയ്യാനായിട്ട് നോക്കുക. എഗെയിൻ 2 നേരം ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. മൂന്നാമതായിട്ട് ചെയ്യേണ്ടതാണ്, അത് മൂന്നാമത്തെയാണ് കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് നമുക്ക് തോന്നുന്നു കേട്ടോ. ഇതിനായിട്ട് നമ്മൾ ഒരു ഷോള് അല്ലെങ്കിൽ എന്തെങ്കിലും തോർത്തുമുണ്ട്, നമ്മൾ മേല് തുടയ്ക്കുന്ന തോർത്തുണ്ടല്ലോ, അത് നിങ്ങൾ എടുക്കുക. ശേഷം ഈ തോർത്ത് നമ്മുടെ ഈ തലയുടെ ഈ ഒരു ഭാഗത്ത്, ഞാൻ ഈ ഫോട്ടോയിൽ കാണിച്ചതുപോലെ തലയുടെ ഈ ഒരു ഭാഗത്ത് കൂടെ നിങ്ങൾ എടുക്കുക. എന്നിട്ട് മുകളിൽ ഇങ്ങനെ പിടിക്കുക. ഓക്കെ, മുകളിൽ ഇങ്ങനെ ടൈറ്റ് ആയിട്ട് നിവർത്തി പിടിച്ചതിന് ശേഷം തോർത്ത് മുകളിലേക്ക് ഒന്ന് മെല്ലെ പുള്ള് ചെയ്ത് കൊടുക്കുക. ഓരോ പുള്ള് ഓരോ കൗണ്ട് ആയിട്ട് നിങ്ങൾ എടുക്കുക. 1 2. വളരെ ജെന്റിലായിട്ട് പുള്ള് ചെയ്യുക, വല്ലാതെ പിടിച്ച് മുകളിലേക്ക് വലിക്കുകയല്ല വേണ്ടേ. ജെന്റിലായിട്ട് നമ്മുടെ ഈ ഒരു കഴുത്തിന്റെ ഭാഗം മുകളിലേക്ക് ഇങ്ങനെ പുള്ള് ചെയ്ത് കൊടുക്കുക. ഇതും നിങ്ങളൊരു 10 മുതൽ 20 കൗണ്ട് വരെയാണ് ചെയ്യേണ്ടത്. എഗെയിൻ 2 നേരമായിട്ട് ചെയ്യണം. നിങ്ങൾ സ്വയം ചെയ്യാനായിട്ട് നോക്കുക. കാരണം വേറൊരാൾ നമുക്ക് ചെയ്തു തരുന്ന സമയത്തുണ്ടല്ലോ, അവർ വല്ലാതെ പ്രഷർ കൊടുക്കും, നമുക്ക് ചിലപ്പോൾ അത് പറ്റീന്ന് വരില്ല. അതുകൊണ്ട് നിങ്ങൾ സ്വയമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ കംഫർട്ടിനനുസരിച്ച് ഇങ്ങനെ പ്രഷർ കൊടുത്ത് പുള്ള് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. വളരെ നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എഗെയിൻ നമ്മുടെ ഈ ഒരു സ്പൈനിന്റെ ഇടയിൽ ഉണ്ടാകുന്ന കുഷൻ പോലെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് വർക്ക് ചെയ്യുക അല്ലെങ്കിൽ ഏത് നേരം നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നതിലൂടെ കുഷനിൽ ഒരു പ്രഷർ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ പ്രഷർ വരുമ്പോഴും ഇത്തരത്തിൽ നമ്മുടെ കൈയിന്റെ ഭാഗത്തേക്ക് ഒരു ടിംഗ്ലിംഗ് സെൻസേഷൻ, നമുക്കൊരു തരിപ്പ് പോലെ ഒരു മരവിപ്പ് പോലെയൊക്കെ തോന്നാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഒരു എക്സസൈസ് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യണം. വളരെ എഫക്റ്റീവ് ആണ്. ദിവസത്തിൽ ഒരു 2 നേരമായിട്ട് ഒരു 10 മുതൽ 20 കൗണ്ട് നിങ്ങൾ ഇത് ചെയ്യാനായിട്ടും കൂടി. ഇനി അവസാനമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, രാത്രി നിങ്ങൾ കിടക്കാൻ പോകുന്നതിന് മുന്നേ ആയിട്ടുണ്ടല്ലോ, നമ്മൾ കട്ടിലിന് നേരെ കിടക്കുക. പക്ഷെ കട്ടിലിൽ കിടക്കുന്ന സമയത്ത് നമ്മൾ തലയുണ്ടല്ലോ നമ്മുടെ കട്ടിലിന്റെ എഡ്ജിന്റെ ഭാഗത്തേക്കായിട്ട് വെക്കുക. എന്നിട്ട് കഴുത്ത് താഴേക്ക് ഇങ്ങനെ ഇങ്ങനെ വെച്ചു കൊടുക്കുക. ഈ ഒരു ഫോട്ടോയിൽ കാണുന്നത് പോലെ ഒരു 5 മിനിറ്റ് നിങ്ങൾ അങ്ങനെ തന്നെ കിടക്കാനായിട്ട് നോക്കുക. അപ്പൊ ഈ പറയുന്ന 4 സ്റ്റെപ്സ് ആണ് നിങ്ങൾ ദിവസത്തിൽ അറ്റ്ലീസ്റ്റ് ഒരു 2 വട്ടമായിട്ട് നിങ്ങൾ ചെയ്തു വരേണ്ടത്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് വീട്ടിൽ തന്നെ ഈ പറയുന്ന സ്ട്രെസ്സിനെയും അതുപോലെ തന്നെ ഇവിടുത്തെയുള്ള സ്റ്റിഫ്നെസ്സിനെയും ഈവൻ നമ്മുടെ ബ്ലഡ് സർക്കുലേഷനും ഒക്കെ നാച്ചുറൽ ആയിട്ട് നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും ഈ 4 സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യാനായിട്ടും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി അടുത്ത ഒരു അവസാനത്തെ ഒരു കാര്യമാണ് മസാജ് ചെയ്യുന്നതിന്റെ ടെക്നിക്ക്. ഇതിനായിട്ടുണ്ടല്ലോ നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ ഏതെങ്കിലും ഒരു എണ്ണയുണ്ട്, അതായത് കടുകെണ്ണ, എള്ളെണ്ണ, വെളിച്ചെണ്ണ, ഏതാണ് എണ്ണ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു എണ്ണ ഉപയോഗിച്ച് നമുക്ക് മസാജ് ചെയ്യാം കേട്ടോ. മസാജ് ചെയ്യാനായിട്ട് ഞാനിവിടെ പിക്ചറിൽ കുറച്ച് പൊസിഷൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട് റെഡ് ഡോട്ടില്. ഈ ഒരു പൊസിഷനിൽ തന്നെ മുകളിൽ നിന്ന് നിങ്ങൾ ഇങ്ങനെ മസാജ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് വരാനായിട്ട് നോക്കുക. ആദ്യമായിട്ട് തന്നെ കഴുത്തിന്റെ ഈ ഒരു ഭാഗം മുകളിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു പൊസിഷനിൽ കാണുന്ന ഈ ഒരു ഭാഗത്ത് നമ്മുടെ തള്ളവിരൽ വെച്ചിട്ട് ഇങ്ങനെ ആദ്യം നമ്മൾ ക്ലോക്ക് വൈസിൽ കുറച്ചു നേരം ഇങ്ങനെ മസാജ് ചെയ്യുക. എന്നിട്ട് ആന്റി ക്ലോക്ക് വൈസ് നിങ്ങൾ മസാജ് ചെയ്യണം, ആന്റി ക്ലോക്ക് വൈസ് നിങ്ങൾ മസാജ് ചെയ്യണം. കുറച്ചു നേരം നിങ്ങൾ മുകളിൽ ഇങ്ങനെ മസാജ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അടുത്ത പൊസിഷനിൽ ഞാൻ കൊടുത്തിരിക്കുന്ന രണ്ടാമത്തെ പൊസിഷനിൽ ജസ്റ്റ് നമ്മൾ ക്ലോക്ക് വൈസ് കൊടുത്തു, ആന്റി ക്ലോക്ക് വൈസ് കൊടുത്തു. അതിന്റെ അടിയിലത്തെ പൊസിഷനിൽ വേണമെങ്കിൽ തള്ളവിരൽ തന്നെ വേണമെന്നില്ല, നമുക്ക് ഈ ബാക്കിയുള്ള വിരലുകൾ ഉപയോഗിച്ചിട്ട് ക്ലോക്ക് വൈസ്, ആന്റി ക്ലോക്ക് വൈസ്, അങ്ങനെ മുകളിൽ നിന്ന് നിങ്ങൾ മസാജ് ചെയ്ത് പിന്നെ നമ്മുടെ ഈ ഷോൾഡറിന്റെ ഭാഗം എവിടേക്ക് കൊണ്ടുവരാം, നമുക്ക് എവിടേക്ക് കൈ എത്തുന്നോ ആ ഒരു ഭാഗത്ത് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ക്ലോക്ക് വൈസ് ഇങ്ങനെ, അതുപോലെ ആന്റി ക്ലോക്ക് വൈസ് കുറച്ചു നേരം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. ഇത് നിങ്ങൾക്ക് ഒരു 4 മുതൽ 5 മിനിറ്റ് വരെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ദിവസത്തിൽ 2 നേരമായിട്ട് ചെയ്യാനായിട്ട് നോക്കുക. ഇപ്പൊ നിങ്ങൾക്ക് ഈ മസാജ് ചെയ്തതിന് ശേഷം ഉറങ്ങാനാണെങ്കിൽ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഉറങ്ങാൻ കുഴപ്പമൊന്നുമില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വർക്ക് എന്തെങ്കിലും ചെയ്യാനാണെങ്കിൽ ഒരു 5 മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ജോലി എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ജോലി ചെയ്യാം, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാം, എന്താണെന്ന് വെച്ചാൽ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ 3 പ്രോസസ്സ്. ആദ്യം നമ്മുടെ പൊസിഷൻ ചേഞ്ച് ചെയ്യുക, രണ്ടാമത്തെ 4 സ്റ്റെപ്സ് നിങ്ങൾ ഫോളോ ചെയ്യുക, മൂന്നാമതായിട്ട് നമ്മൾ മസാജ് ചെയ്യേണ്ട ഒരു കാര്യം.
അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ സെർവിക്കൽ റിലേറ്റഡ് ആയിട്ട് കഴുത്ത് വേദന, തലവേദന, അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തുണ്ടാകുന്ന സ്റ്റിഫ്നെസ്, ഈ ഭാഗത്തുണ്ടാകുന്ന കൂന് എന്ന് പറയുന്ന എല്ലാ പ്രശ്നങ്ങളും നമുക്ക് പതുക്കെ പതുക്കെ നല്ല രീതിയിൽ മാറ്റാനായിട്ട് സാധിക്കും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ശ്രദ്ധിക്കണം. ചാനൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.